أعوذ بالله السميع العليم من الشيطان الرجيم إذ قال له ربه أسلم قال أسلمت لرب العالمين اتقوا الله عباد الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ആഘോഷവേളകളിലും കൃത്യമായി പാലിക്കണം, ശ്രദ്ധിക്കണമെന്ന് വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ലോക മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതത്തെ അനുസ്മരിക്കുകയും ആ ജീവിതം നൽകുന്ന സന്ദേശങ്ങൾ കൃത്യമായി ജീവിതത്തിൽ പുലർത്തുകയും പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബാബിലോണിയയിൽ ജീവിച്ച ഒരു മഹാൻ ലോകാവസാനം വരെ സകല വിശ്വാസികളും അനുദിനം ഓർത്തുകൊണ്ടിരിക്കുന്ന, സ്മരിച്ചുകൊണ്ടിരിക്കുന്ന, സ്മരിക്കൽ നിർബന്ധമായ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു പകലോ രാവോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർക്കാത്തതായി കടന്നു പോകാൻ പാടില്ല. 5 നേര നമസ്കാരങ്ങളിൽ ഇബ്രാഹിം നബിയുടെ പേര് പരാമർശിക്കാതെ പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാകുന്ന നമസ്കാരം, ആ നമസ്കാരം അല്ലാഹു തആല ഖബൂൽ ചെയ്യണമെങ്കിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിർബന്ധമായും ഓർക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം വഫാത്തായി പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തെ അനുദിനം ഓർക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് അനിവാര്യമാക്കിയത് എന്ന് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല, ലോക ജനതക്ക് മോചനം ലഭിക്കാൻ, അവർക്ക് ഇഹപര ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ജീവിതം സമ്മാനിക്കാൻ പറ്റുന്ന സന്ദേശമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ മാത്രം തലകുനിക്കുകയും തങ്ങളുടെ സങ്കടഹരജികൾ മുഴുവൻ റബ്ബിൽ മാത്രം സമർപ്പിക്കണമെന്ന് പഠിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും ഒരു നിമിഷാർദ്ധം പോലും സന്ധിയാകാനോ സമരസപ്പെട്ടു പോകുവാനോ സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ജീവിതം സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തണിയുകയും അത് മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് രക്ഷയേകുന്ന കാര്യമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ കാൽപ്പാടുകൾ അനുധാവനം ചെയ്തവരും ആ പ്രവാചകന്മാരുടെ സാരോപദേശങ്ങൾ ജീവിതത്തിൽ ഒപ്പിയെടുത്തവരും അങ്ങനെ ലോകത്ത് കടന്നുപോയ സകലമാന പരിഷ്കർത്താക്കളും പ്രബോധകന്മാരും അവരെല്ലാം കാലം എത്ര കഴിഞ്ഞു പോയാലും ഒരേ സ്വരത്തിൽ ഒരേ ആവേശത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ള മാലോകരെ ക്ഷണിച്ചിട്ടുള്ള സന്ദേശമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഏറ്റവും വലിയ വിമോചന മന്ത്രമാണ്, വിമോചനത്തിന്റെ ആശയമാണ്.
ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സങ്കീർണതകൾ ഏതുമില്ലാത്ത നമുക്ക് ജീവിതത്തിൽ ഇത്രമേൽ സ്വസ്ഥതയും സമാധാനവും നൽകുന്ന ഒരു വചനം വേറെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ കട്ടിയും ഘനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളക്കണക്കിന് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ മുടി പ്രവാചകന്മാരും പറഞ്ഞ വാക്കുകളിൽ അതിശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതിനോളം കിടപിടിക്കാവുന്ന ഒരു ആദർശമില്ല. അതിനോട് സമാനമായ പുണ്യം നൽകുന്ന, മോചനം നൽകുന്ന, സ്വസ്ഥത നൽകുന്ന ഒരു വചനമില്ല. സകലമാന പ്രതിസന്ധികൾക്കും പരിഹാരമേകുന്ന ഒരു വചനമാണ്. അത് ശരിയാമിതം മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നാം അനുഭവിക്കുന്ന സകലമാന പ്രശ്നങ്ങൾക്കുമുള്ള ദൂരീകരണം അതിലുണ്ടാകുമെന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തന്നെ ജീവിതത്തിൽ നമുക്കത് കാണാം. ആ ഒരു സന്ദേശം ലോകത്ത് ഉടനീളം പ്രചരിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അസാധാരണമായ രീതിയിൽ അദ്ദേഹത്തിന് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തെ തീകുണ്ടത്തിലെറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രോമകൂപത്തിന് പോലും ഒരു പരിക്കുമേൽക്കാതെ, ഒരു രോമത്തെ പോലും അല്ലാഹു തആല കരിച്ചു കളയാതെ ആ തീകുണ്ടാരത്തെ തണുപ്പും സുഖകരവുമാക്കി മാറ്റിയ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഖുൽ യാ നാറു കൂനി ബർദൻ അലാ ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഏ തീ, അഗ്നികുണ്ഠമേ, നീ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പും സുരക്ഷയുമാകുക എന്ന് ആ തീയോട് അല്ലാഹു തആല പറയുകയും അദ്ദേഹത്തെ അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയും ചെയ്തു. തീയിലെറിയുന്ന സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകങ്ങളുടെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വകീൽ. എനിക്ക് അല്ലാഹു മതി, അവനാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലത്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന മുസ്ലിം സമുദായം ഈ ഒരു വാചകത്തിന്റെ ആശയം ശരിയാമിതം ഉൾക്കൊണ്ടാൽ, ആ ഒരു വാചകത്തിന്റെ ആശയം നൽകുന്ന വിധാനത്തിലേക്ക് വിശ്വാസികൾക്ക് ഉയരാൻ കഴിഞ്ഞാൽ അവരുടെ സകലമാന പ്രതിസന്ധികളും അതിനുള്ള പരിഹാരം അതിലുണ്ടാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് വാഗ്ദാനം ചെയ്തതാണ്. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, നമ്മുടെ നിലനിൽപ്പാകട്ടെ, എനിക്ക് എന്റെ അല്ലാഹു ഉണ്ട്, എന്റെ കൂടെ എന്റെ നാഥനുണ്ട്. മാരകമായ രോഗം ബാധിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മെ കടത്തി അവിടെയുള്ള സകലമാന കത്രികകളും നമ്മുടെ ശരീരത്തിൽ മേഞ്ഞു നടക്കുന്ന ഒരു സമയത്ത് ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു ഉണ്ട്, അവൻ എന്റെ സംരക്ഷകനായുണ്ട്. നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന വേളയിൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടുന്നില്ല. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് രക്ഷയേകും എന്ന ഈ ഒരു അതിശക്തമായ, അസാധാരണമായ ശേഷിയുള്ള ഒരു ആദർശം തുറന്നു പറയാൻ, ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് കഴിയണം. ഈദുൽ അദ്ഹ നമ്മോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ്. നിരായുധരായ ആളുകൾക്ക് പോലും അസാധാരണമായ തുല്യതയില്ലാത്ത ധൈര്യം നൽകിയ സന്ദേശമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രു നബിയുടെ വാള് കൈക്കലാക്കിയിട്ട് നിന്നെ ആര് സംരക്ഷിക്കും മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ നിരായുധനായ പ്രവാചകൻ, എന്നെ എന്റെ റബ്ബ് സംരക്ഷിക്കും, എനിക്ക് തുണയായി, എനിക്ക് കാവലായി, എനിക്ക് സംരക്ഷകനായി എന്റെ റബ്ബുണ്ട് എന്ന് പറയുകയും ആ സമയം ശത്രുവിന്റെ കയ്യിൽ നിന്ന് വാള് അത് താഴെ വീഴുകയും റസൂലുള്ളാഹി വാള് കൈക്കലാക്കിയിട്ട് നിന്നെ ആര് രക്ഷിക്കുമെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ജീവന് വേണ്ടി കേഴുന്ന ശത്രുവിനെ നമ്മൾ കാണുന്നു. ആ ശത്രുവിനോട് റസൂലുള്ളാഹി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയാൻ സന്നദ്ധനാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ആ സമയം അതിന് ഒരുക്കമായില്ല. അദ്ദേഹത്തിന് റസൂലുള്ളാഹി വെറുതെ വിടുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ഒരു പ്രത്യേക സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, നിരായുധനായ പ്രവാചകനായിരുന്നു സായുധധാരിയായ ശത്രുവിനേക്കാൾ ധൈര്യമുണ്ടായിരുന്നത് എന്നാണ്. അതോടൊപ്പം ഇസ്ലാം തീവ്രതയുടെ, ഇസ്ലാം ഭീകരതയുടെ മതമാണ് എന്നും
ആയുധം കൊണ്ടാണ്, ആൾബലം കൊണ്ടാണ്, വാളിന്റെ മൂർച്ച കൊണ്ടാണ് ദീൻ ഇവിടെ പ്രചരിപ്പിച്ചത് എന്ന് പറയുന്ന ശത്രുക്കളുടെ സകലമാന ദുരാരോപണങ്ങളെയും അറുത്തു കളയുന്നതാണ് ഈ ഒരു ചരിത്രം. ഒന്നുകിൽ തൊപ്പിയിടുക അല്ലെങ്കിൽ തല നീട്ടിത്തരുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രബോധന രീതി ദീനിന് തികച്ചും വിരുദ്ധമാണ് എന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. മറിച്ച് ഇസ്ലാം പറയുന്നത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയം നേടാം. തദീനു ലകുമുൽ അറബു വൽ അജം, അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴേ വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വെറും ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ച് മാത്രം പരിചയമുള്ള കാട്ടറബികളെ ലോകോത്തര പൗരന്മാരാക്കി മാറ്റി ഏറ്റവും ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്ന സർട്ടിഫിക്കറ്റ് നൽകി ലോകത്ത് തുല്യതയില്ലാത്ത കുല്ലുഹും ഉദൂൽ, സകലരും നീതിമാന്മാരാണ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ മാത്രം യോഗ്യരാക്കി അവരെ മാറ്റിയത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് പെരുന്നാൾ നമ്മോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ സന്ദേശം. അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ചിട്ടപ്പെടുത്തുവാൻ തയ്യാറാകുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ കുടുംബത്തിന്റെയും ജീവചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സമർപ്പണത്തിൻ്റെതാണ്. പ്രായമേറെ ചെന്നിട്ടും ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള സൗഭാഗ്യം ലഭിക്കാതെ പതിറ്റാണ്ടുകൾ അള്ളാഹുവിനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, തപിക്കുന്ന ഹൃദയമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ അവസാന സായം സന്ധ്യയിൽ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സന്താനത്തെ അള്ളാഹു തആല സമ്മാനമായി ഹിബത്തായി അള്ളാഹു തആല നൽകുന്നു. കുഞ്ഞ് പിറന്ന് ഉടനെ അള്ളാഹുവിന്റെ മറ്റൊരു പരീക്ഷണം, ഈ കുഞ്ഞിനെ കളിപ്പിക്കുവാനും അതിന്റെ കൊഞ്ചലുകൾ കാണേണ്ടുന്ന സമയം ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറയുന്നത്, ഈ കൈക്കുഞ്ഞിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും അങ്ങപ്പുറം ആൾ താമസമില്ലാത്ത, ആൾ പെരുമാറ്റമില്ലാത്ത വിജനമായ മക്കയുടെ താഴ്വരയിൽ കൊണ്ടുപോയി താമസിപ്പിക്കണമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പന പൂർണ്ണമായും ശിരസ വഹിച്ചുകൊണ്ട് ഈ കൈക്കുഞ്ഞിനെയും അതിന്റെ ആ കുഞ്ഞിന്റെ മാതാവിനെയും ഒരാൾ പെരുമാറ്റവുമില്ലാത്ത, ജനവാസമില്ലാത്ത, ഒരിറ്റ് ജല പോലും ലഭ്യമാവാത്ത ആ കൊടും മരുഭൂമിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ അരുമ സന്താനത്തെയും കുഞ്ഞിനെയും ഭാര്യയെയും കൊണ്ടുവിട്ടേച്ച് നടന്നു പോകുകയാണ്. ആ നടന്നു പോകുന്ന സന്ദർഭം നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒരു കൊട്ടയിൽ അല്പം കാരക്ക, അല്പം വെള്ളം, ഇതവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കടന്നു പോകുന്നത്. ആ സമയത്ത് മഹദി ഹാജർ ചോദിക്കുന്നു, ഈ ആൾ പെരുമാറ്റമില്ലാത്ത ഈ വിജനമായ പ്രദേശത്ത് എന്നെയും ദുർബലനായ എന്നെയും ഈ കുഞ്ഞിനെയും ഇട്ടേച്ചുകൊണ്ട് നിങ്ങൾ പോകുകയാണോ? അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അല്ലാഹു അമറക ബിഹാദാ, അല്ല പറഞ്ഞിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അല്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഹാജർ പറഞ്ഞത്, എങ്കിൽ ഒന്നും ഭയപ്പെടാനില്ല എന്നാണ്. അതാണ് അള്ളാഹുവിന്റെ തവക്കുൽ. അങ്ങനെ ആ മാതാവ് അവരുടെ പക്കലുള്ള വെള്ളവും പാനീയവും തീർന്നപ്പോൾ കുഞ്ഞിന്റെ പൈതാകമടക്കാൻ ആ മാതാവ് അസ്വസ്ഥതയായി ഓടി നടക്കുന്ന സമയത്താണ് അള്ളാഹുവിന്റെ അത്ഭുതം, സംസം എന്ന കിണർ, അവിടെ വെള്ളം പൊട്ടിയൊഴുകുന്നത് എന്നുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. ഈ ചരിത്രത്തിൽ, ഈ സുദിനത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചാൽ അവൻ അത്ഭുതകരമായ വിധത്തിൽ നമുക്ക് വിജയം നൽകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞ ഈ സന്ദർഭം കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ജീവൻ അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ,
ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാഹുവിനെ ഏറ്റവും വലിയവനായി കാണുക. അള്ളാഹു അക്ബർ എന്നീ ദിനത്തിൽ നമ്മൾ ധാരാളം തവണ ആവർത്തിച്ച് പറയുമ്പോൾ അള്ളാഹുവാണ് എനിക്ക് വലുത് എന്ന് മനസ്സുകൊണ്ടാണ് ആദ്യം പറയേണ്ടത്. നമ്മുടെ നാവിൻ തുമ്പിൽ നിന്ന് അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്ന പരാമർശം വരുന്നതിന് മുമ്പ് മനസ്സിൽ നിന്നത് വരണം. മനസ്സിൽ നിന്ന് 1000 തവണ അല്ലാഹു അക്ബർ എന്ന് പറയണം. ഈ ആദർശ സംരക്ഷണത്തിനും ഇതിന്റെ പ്രബോധനത്തിനും വേണ്ടി ഞാൻ നിർവഹിക്കുന്ന ഏതൊരു കാര്യവും അതിനെന്നെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് അള്ളാഹു ഏറ്റവും വലിയവനായത് കൊണ്ടാണ്. എനിക്ക് എന്റെ ജീവനല്ല വലുത്, എന്റെ സമ്പത്തല്ല വലുത്, എന്റെ കുടുംബമല്ല വലുത്. എനിക്ക് ഏറ്റവും വലിയത് എന്റെ നാഥനാണ്, എന്റെ റബ്ബാൻ. ആ റബ്ബിന്റെ പ്രീതിക്കും അവന്റെ കൽപ്പനക്കും മുമ്പിൽ ഞാൻ എന്റെ സകലമായ സുഖ സൗകര്യങ്ങളെയും പുല്ല് പോലെ വലിച്ചെറിയാൻ, എന്റെ ജീവിതം ത്യജിക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന അതിധീരമായ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബറിൽ അടങ്ങിയിട്ടുള്ളത്. സ്വാർത്ഥതയെ ബലിയറുക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. നമ്മുടെ തന്നിഷ്ടങ്ങളെ ബലിയറുക്കുകയാണ് അല്ലാഹു അക്ബറിലൂടെ ചെയ്യുന്നത്. ആ വിധത്തിലുള്ള ഒരു സമർപ്പണത്തിന് തയ്യാറാകണം. അതാണ് ഹാജിറയുടെ ജീവിതം പഠിപ്പിക്കുന്നത്. മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ജീവിതം അതാണ് പഠിപ്പിക്കുന്നത്. മോനെ, നിന്നെ അറുക്കുന്നതായി അല്ലാഹു തആല എനിക്ക് സ്വപ്നത്തിലൂടെ സന്ദേശം വഹി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്, യാ ബത്തിഫൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അങ്ങോട്ട് അല്ലാഹു തആല കൽപ്പിച്ച വിധത്തിൽ താങ്കൾ ആ കൽപ്പന നിറവേറ്റിക്കൊള്ളുക. ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എനിക്ക് താങ്കൾക്ക് എന്നെ കാണാം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവരുടെ മാതാവ് ഇസ്മായിൽ നബിയുടെ മാതാവ് ഹാജറിനെയും നമുക്ക് കാണുന്നു. അങ്ങനെയുള്ള ഒരു കുടുംബമായി മാറാൻ, അങ്ങനെയുള്ള ഒരു സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് ഈ ഒരു സുദിനത്തിൽ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബലിപെരുന്നാൾ ഐക്യത്തിന്റെ സന്ദേശമാണ് ഉറക്കെ വിളിച്ചു പറയുന്നത്. ലോകത്തുള്ള ലക്ഷോപലക്ഷം ആളുകൾ ഒരേ വസ്ത്രം ധരിച്ച്, ഒരേ മന്ത്രം ഉരുവിട്ട്, ഒരേ രീതിയിലുള്ള ഇബാദത്ത് നിർവഹിച്ച്, ഒരേപോലെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് കഴിയുന്ന ഈ ഒരു സന്ദർഭം അത് ഈ ഐക്യത്തിന്റെ നിദർശനമാണ്. ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീ അവർ ഓടിയ സ്ഥലത്താണ് എല്ലാ രാജാക്കന്മാരും അവരുടെ കിരീടങ്ങൾ അഴിച്ചു വെച്ച് സകലമാന സ്ഥാന വസ്ത്രങ്ങളും മാറ്റിവെച്ച് ഒരേ വസ്ത്രം ധരിച്ച് രാജാക്കന്മാരും പ്രജകളും ഓടുന്നത്. അതിലാദ്യമായി ഓടിയത് ഹാജർ എന്ന് പറയുന്ന സഫാ മറുവക്കടയിൽ ആദ്യമായി ഓടിയത് ഹാജർ എന്ന് പറയുന്ന അടിമ സ്ത്രീയാണ്. ഇത് ഞങ്ങളിൽ അടിമത്തമോ നീചത്വമോ ഇല്ല. കറുത്തവളായിരുന്നു ഹാജർ. കറുത്തവളെന്നോ വെളുത്തവനെന്നോ നിറത്തിന്റെ ഭേദത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ തട്ട് നിർണയിക്കുന്ന, അവരുടെ കള്ളികൾ വേർതിരിക്കുന്ന ഒരവസ്ഥ ദീനിലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ലക്ഷോപലക്ഷം ആളുകൾ മുത്തുന്ന ഹജറുൽ അസ്വദ് രാജാവ് മുത്തി നടത്ത് തന്നെയാണ് വളരെ വളരെ പാവപ്പെട്ടവനും അവിടെ ചുണ്ടമർത്തുന്നത്. ഒരേപോലെയുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. ഇങ്ങനെ വലിയൊരു ഐക്യത്തെയാണ് ഈ ഒരു ആഘോഷവും ഇബാദത്തും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലോക മുസ്ലിങ്ങളുടെ സുരക്ഷയ്ക്കും അവരുടെ സമാധാനത്തിനും ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും കുറ്റമറ്റ മാർഗവും അത് തന്നെയാണ്. ഈ ഐക്യം ഉണ്ടാകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ഒരു സന്ദേശത്തിലേക്ക് മടങ്ങാൻ തയ്യാറാകേണ്ടതുണ്ട്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അല്ലാഹു അല്ലാത്തവരിലേക്കാണ് ദിവസത്തിൽ പലതവണയായി ആളുകളുടെ വിളികൾ ഉയരുന്നത്. മരിക്കുന്ന വേളയിൽ പോലും മഹാരഥന്മാരെന്ന് പറയപ്പെടുന്നവരുടെ പേരുച്ചരിച്ച് മരിച്ചാൽ അത് ഉന്നതമായ വിജയമാണെന്ന് പാവപ്പെട്ട ആളുകളെ പഠിപ്പിക്കുന്ന വേദികളും സ്റ്റേജുകളും പേജുകളുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരവസ്ഥയിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ മോചിതരാകാത്ത കാലത്തോളം
അവരുടെ ഇഹപര ജീവിതം രണ്ട് ലോകവും ഒരേപോലെ അപകടത്തിലാകുമെന്നുള്ളത് പ്രമാണങ്ങളും ചരിത്രങ്ങളും വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സന്ദേശം ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുക. ആ ഒരു കാര്യം കൂടെ വളരെ ചുരുക്കി പറയാം. സമാധാനമാണ് ഈ ഒരു സന്ദേശം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നിഅമത്ത്. നമ്മുടെ ഭക്ഷണത്തെക്കാൾ, പാർപ്പിടത്തെക്കാൾ, വസ്ത്രത്തെക്കാൾ, ചികിത്സയേക്കാൾ ഒരാൾക്ക് ഏറ്റവും പ്രധാനം സമാധാനമാണ്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിലും അത് കാണാം. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ നിർഭയത്വം നിറഞ്ഞ രാജ്യമാക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. നിർഭയത്വം എന്ന് പറയുന്നത്, അമ്നി എന്ന് പറയുന്നത് സമാനതകളില്ലാത്ത അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ലഭിക്കാൻ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി കാണാം. മൻ അസ്ബഗ മിൻകും ആമിനൻ ഫീ സിർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂത്ത് യൗമി. അന്നന്ന് കഴിച്ചു കൂട്ടുവാൻ ആവശ്യമായ ഭക്ഷണവും സമാധാനവും ആയുരാരോഗ്യവും ഉണ്ട് എങ്കിൽ അത് ദുന്യാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിന് സമാനമാണെന്ന് പഠിപ്പിച്ചിട്ടുള്ള അത്രമേൽ വലിയ നിഅമത്താണ് ഈ നിർഭയത്വം എന്ന് പറയുന്നത്. ആ നിർഭയത്വം ലഭിക്കുന്നതും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾക്കാണ് എന്നും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ വിധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ സകലമാന ശത്രുക്കളുടെയും കുതന്ത്രങ്ങളെ അല്ലാഹു തആല നിഷ്ഫലമാക്കി കളയും. അതിന് അല്ലാഹു തആല പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുറുക്കും കൈദുഹും ശൈഅ ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്. നിങ്ങൾ ക്ഷമാവലംബിക്കുകയും നിങ്ങൾ വിവേകത്തിന്റെ ഉടമകളാകുകയും വികാരത്തിന് അടിമപ്പെടാതിരിക്കുകയും ചെയ്ത് സഹനശീലരായി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി, തഖ്വ എന്ന് പറഞ്ഞാൽ ശിർക്കിനെ പാടെ ഒഴിവാക്കുകയാണ് അതിന്റെ പ്രാഥമികമായ ഏറ്റവും മുഖ്യമായ അതിന്റെ ആശയം. ആ വിധത്തിൽ നിങ്ങൾ ജീവിച്ചാൽ ലാ യദുറുക്കും കൈദുഹും ശൈഅ, ശത്രുക്കളുടെ ഒരു വിധത്തിലുള്ള കുതന്ത്രവും നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തുന്നതല്ല. ഒന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല എന്ന് ദീൻ വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സുദിനത്തിൽ അക്കാര്യത്തിന് പ്രത്യേകമായി ശ്രദ്ധിക്കുക, എല്ലാവരോടും നല്ല രീതിയിൽ വർത്തിക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരോടും മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മൾ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങൾ ഒരിക്കലും ഒരു ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത്. ലാ തതമന്നൗ ലിഖാഅൽ അദുവി, ശത്രുവിനെ കണ്ടുമുട്ടരുത് എന്നായിരിക്കണം നമ്മുടെ തേട്ടം. ശത്രുവിനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കരുത്. എല്ലാവരോടും മാന്യമായി പെരുമാറുക. നിങ്ങളോട് ശത്രുത പുലർത്താത്ത, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നത് അല്ലാഹു തആല വിരോധിക്കുന്നില്ല. നമ്മൾ അറുക്കുന്ന ഉദ്ഹിയത്തിന്റെ മാംസം അതൊരു ഇബാദത്തിന്റെ മാംസമാണ്. ആ ഇബാദത്തിന്റെ മാംസം പോലും നമ്മുടെ ദീനിൽ പെടാത്ത ആളുകൾക്ക് വരെ വിതരണം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന മതമാണ് നമ്മുടേത്. ഉളിയത്തിന്റെ മാംസം പോലും മറ്റു മതവിശ്വാസികൾക്ക് നൽകുന്നതിന് വിരോധമില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി സഹകരിച്ചും അവരെ പരിഗണിച്ചും മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സമാനമായ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം. ആ രീതിയിൽ എല്ലാവരോടുമായി ഒത്തുപോകാൻ, ആദർശ വിഷയത്തിൽ ഒരു അളവ്, ഒരിഞ്ച് പോലും സമരഭ്യസ്തപ്പെട്ടു പോകാതെ, അതിനോടൊരു നിലക്കും രാജിയാകാതെ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ്. ആദർശത്തിന്റെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ഒരു ഇഞ്ച് പിറകോട്ട് പോകാതെ ഈ വിധത്തിലുള്ള മാനുഷികമായ പരിഗണനയിലും നല്ല പെരുമാറ്റത്തിലും അതിലൊക്കെ കുറ്റമറ്റ മാതൃകയായി മാറാനും വിശ്വാസികൾക്ക് സാധിക്കണമെന്ന് ഇതുപോലെയുള്ള പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അവസാനമായി ഈ ഇതുപോലെയുള്ള പെരുന്നാൾ സുദിനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായി തസദ്ദഖൂ തസദ്ദഖൂ തസദ്ദഖൂ, നിങ്ങൾ ധർമ്മം ചെയ്യുക, നിങ്ങൾ ധർമ്മം ചെയ്യുക, നിങ്ങൾ ധർമ്മം ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സുദിനത്തിൽ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അങ്ങനെയാണ്. നമ്മുടെ ആഘോഷങ്ങൾ വരെ ഇബാദത്താണ്. ആ ഇബാദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ധർമ്മം ചെയ്യുക എന്നുള്ളത്. ഈ സുദിനത്തിൽ പ്രത്യേകമായി ധർമ്മം ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം കൂടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. ലോകത്ത് ഏറെ
മരണപ്പെടുന്ന വിശ്വാസി സഹോദരങ്ങളുണ്ട്. ഫലസ്തീനി മക്കളെ മറന്നുകൊണ്ട് ഒരു ഈദുൽ ഫിത്തർ ഒരു ഈദുൽ അദ്ഹ നമുക്ക് ആഘോഷിക്കുക സാധ്യമല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മുടെ ഈദുൽ അദ്ഹ അത് പൂർണ്ണമാകുകയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ മനുഷ്യനെ അതിക്രൂരമായി കൊന്നുകളയാം എന്ന് ഗവേഷണം ചെയ്യുന്നവരാണ് ജൂതന്മാർ. ആ വിധത്തിൽ മനുഷ്യനെ കൊന്നൊടുക്കാൻ, ഹോസ്പിറ്റലുകളിൽ ബോംബിടാൻ, നിരാലംബരായി കഴിയുന്ന ആളുകളുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ബോംബിട്ട് തകർക്കാൻ, സ്കൂളുകളും അവിടെ നിരാലംബരുടെ കേന്ദ്രങ്ങളെയും നിഷ്കരുണമായി വധിച്ചു കളയാൻ, കുഞ്ഞുങ്ങളെ പട്ടികളുടെ മുന്നിലേക്ക് എടുത്തെറിഞ്ഞു കൊടുത്ത് ആ പട്ടികൾ ഈ കുഞ്ഞുങ്ങളെ കടിച്ചു വലിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്ന ജൂതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ആ വിധത്തിലുള്ള ക്രൂരതകൾ, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകളാണ് ഫലസ്തീനിലെ പിഞ്ചോമനകൾ, സ്ത്രീകൾ, നിരാലംബരായ ആളുകൾ അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, അവരുടെ കണ്ണീരിൽ പങ്കുചേരാതെ നമുക്കൊരു എഴുതില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവിടെ ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാകാനും നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകണം. നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള തേട്ടങ്ങൾ ഉണ്ടാകണം. അവർ നമ്മുടെ സഹോദരങ്ങളാണ്. ലോകത്തിന്റെ ഏത് മുക്കുമൂലയിൽ ജീവിക്കുന്നവരാണെങ്കിലും, ആയുസ്സിൽ ഇന്നേ വരെ നമ്മൾ കാണുകയോ അഭിമുഖീകരിക്കുകയോ ചെയ്യാത്ത ആളുകളാണെങ്കിലും അവർ നമ്മുടെ സഹോദരങ്ങളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവിടെ ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാകാൻ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന നമ്മുടെ സ്വകാര്യ വേളകളിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽ ഒരു വരെയെങ്കിലും അവർക്ക് വേണ്ടിയും നിർവഹിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിന്റെ സഹോദരൻ മർദ്ദിതനാണെങ്കിലും മർദ്ദകനാണെങ്കിലും നീ അവനെ സഹായിക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മർദ്ദിതനെ എങ്ങനെയാണ് സഹായിക്കുക? ആ മർദ്ദനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയാണ്. മർദ്ദിക്കവനെ മർദ്ദനത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുകയാണ്. മദ്ലൂമനെ എങ്ങനെയാണ് സഹായിക്കുക? അവന്റെ ദുരിതങ്ങൾ ഇല്ലാതെക്കാൻ കർമ്മപരമായി നമുക്ക് എങ്ങനെ സാധിക്കും? വാചികമായി എങ്ങനെ സാധിക്കും? ആ കഴിയും വിധമുള്ള സഹായങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിയണം. ഇങ്ങകലെയുള്ള നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ആയുധവും പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിർവഹിക്കാൻ മറന്നു പോകരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന സകലമാന പ്രതിസന്ധികൾക്കും എത്രയും പെട്ടെന്ന് ദൂരീകരണം നൽകുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അറുതി ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന സകലമായ പ്രയാസങ്ങളെയും അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മിൽ രോഗികളായി കിടക്കുന്ന ആളുകളുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവന്റെ ഇഷ്ടദാസന്മാരായി മാറുവാനും ഈ ഈദുൽ അദ്ഹ നമുക്ക് പ്രേരണയും പ്രചോദനവുമേകട്ടെ. ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുത്തവരായി മാറുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منكم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم اجرنا من النار. اللهم احينا على الكتاب والسنة وامتنا مع الإيمان والتوبة يا أرحم الراحمين.